ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് എല്ലാവരെയും വിളിച്ചത്. ഹാളിൽ തനിക്ക് ചുറ്റും ഇരിക്കുന്ന എല്ലാവരെയും നോക്കി ദത്തൻ പറഞ്ഞു. അമ്മമാരും ജേക്കബും ആഷിയും ദേവനും സിദ്ധുവും ധന്യയും നിവിയും എമിയും അനുവും എല്ലാം അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ദത്തൻ പറയാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാൻ കാതു കൂർപ്പിച്ചു. ശ്രീയും എമിയും അനുവും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ. എൻ്റെ അഭിപ്രായം അവർ തുടർന്നും പഠിക്കണമെന്നാണ്. ഇനി അങ്ങോട്ട് അവർക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അല്ലാതെ ഇനിയും ഇങ്ങനെ വീട്ടിലിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. ദത്തൻ അവൻ്റെ അഭിപ്രായം തീർത്തു പറഞ്ഞു. ആ, ഇനിയും പഠിക്കാൻ പോകാനോ? എനിക്കൊന്നും വയ്യ, എമി മടിപ്പോടെ പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത്? മര്യാദയ്ക്ക് പഠിക്കാൻ പൊയ്ക്കോ. പെൺപിള്ളേർ ആദ്യം പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാനാ പഠിക്കേണ്ടത്. ആനി അവളെ ശകാരിച്ചു. ഓ, എമി അതിനെ പുച്ഛിച്ചു തള്ളി. ദത്ത, എല്ലാത്തിനെയും പഠിക്കാൻ പറഞ്ഞു വിട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർ അഭിപ്രായവുമില്ല. ജേക്കബ് അയാളുടെ അഭിപ്രായവും പറഞ്ഞു. അമ്മമാരും അത് ഏറ്റുപിടിച്ചു. ഏതാ നിങ്ങളുടെ അഭിപ്രായം? ദത്തൻ എമിയെയും ധന്യയെയും അനുവിനെയും നോക്കി ചോദിച്ചു. ഞങ്ങൾ റെഡിയാ, ധന്യയും അനുവും അവരുടെ അഭിപ്രായം പറഞ്ഞു. എന്നാ ഞാനും റെഡിയാ, എമിയും പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാം. PG മതി, ധന്യ ഉറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾക്കും. അത് ഏറ്റുപിടിച്ചുകൊണ്ട് എമിയും അനുവും ഒരു ഇളിയോടെ പറഞ്ഞു. ശരി, അഡ്മിഷൻ ഉടനെ റെഡിയാക്കാം. നല്ല കുട്ടികളായി പഠിക്കാൻ പോകാൻ നോക്കിക്കോ മൂന്നാളും, ആഷി ഗൗരവത്തോടെ പറഞ്ഞു. നിവിയുടെ അഭിപ്രായം എന്താ? നീ MBA കംപ്ലീറ്റ് ചെയ്തതല്ലേ, ഇനി എന്താ നിന്റെ പ്ലാൻ? ദത്തൻ നിവിയോടായി ചോദിച്ചു. അതെ ഏട്ടാ, എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം. എന്നാ പിന്നെ നമ്മുടെ കമ്പനിയിൽ തന്നെ ആയിക്കോട്ടെ. സിദ്ധുവിൻ്റെ PA പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. തൽക്കാലം അത് നീ ഏറ്റെടുത്തോ. പിന്നെ നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് പോസ്റ്റ് മാറ്റാം. ദേവൻ ഒരു സൊല്യൂഷൻ എന്നോണം പറഞ്ഞു. അത് കേട്ടതും ആഷിയും ദത്തനും പരസ്പരം നോക്കി. എന്നിട്ട് ദേവനെ ഒന്ന് അടിമുടി നോക്കി. അവൻ അവരെ നോക്കി ഒരു ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അവൻ നിവിയോടും സിദ്ധുവിനോടുമായി ചോദിച്ചു. ഞാൻ ഓക്കെയാണ് ദേവാ. നാളെ മുതൽ ജോയിൻ ചെയ്യണം. വർക്ക്സ് ഒരുപാടുണ്ട്. എല്ലാം ഇപ്പോൾ ഞാൻ തനിച്ചാണ് ചെയ്യുന്നത്. എനിക്കൊരു ഹെൽപ്പ് ആവശ്യമാണ്. നിവിയെ നോക്കാതെ തന്നെ പറഞ്ഞിട്ട് സിദ്ധു എണീറ്റ് റൂമിലേക്ക് പോയി. നിനക്കോടി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആഷി നിവിയോട് തിരക്കി. ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ നാളെ തന്നെ ജോയിൻ ചെയ്തോളാം അച്ചായ. അതും പറഞ്ഞ് അവളും എണീറ്റ് പോയി. അപ്പോൾ നമ്മുടെ പ്ലാനിങ് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ദേവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ദത്തനും ആഷിയും അത് കേട്ട് ചിരിച്ചു. പ്ലാനിങ്ങോ? എന്ത് പ്ലാനിങ്? ദത്തൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന് ധന്യ പെട്ടെന്ന് നേരെ ഇരുന്ന് ചോദിച്ചു. ഗമിയും അനുവും അവനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. എടി മന്ദബുദ്ധികളെ, നീയൊക്കെ പിന്നെ എന്താ കരുതിയത്? ഞങ്ങൾ നിവിയെ സിദ്ധുവിൻ്റെ PA ആക്കിയത് എന്തിനാണെന്നാ നിന്റെയൊക്കെ വിചാരം? എന്തിനാ? എമി ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെയുണ്ട്, മക്കൾ വഴിയെ കണ്ടോ. 1 മന്ത്, അതിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന്. നിങ്ങൾ നോക്കിക്കോ. നിവിയും സിദ്ധുവും കൈകോർത്ത് പിടിച്ച് ഇതുവഴി ഡുവറ്റും പാടി നടക്കും. അതും പറഞ്ഞ് ദേവനും ആഷിയും ദത്തനും പൊട്ടിച്ചിരിച്ചു. ശിവശങ്കറും കോഷിയും ചേർന്ന് ദത്തനെ കൊല്ലാനുള്ള നീക്കങ്ങൾ അപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എല്ലാ പ്ലാനുകളും മനസ്സിൽ കണ്ടുകൊണ്ട് അവർ ADS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സെലിബ്രേഷൻ ദിവസത്തിനായി കാത്തിരുന്നു. ഇതൊന്നും അറിയാതെ തങ്ങളുടെ ഓരോ ദിവസവും മനോഹരമാക്കുകയാണ് ദത്തനും അവൻ്റെ സ്ത്രീയും. വരാൻ പോകുന്ന വേദനകളെക്കുറിച്ചറിയാതെ അവർ അവരുടെ ഓരോ നിമിഷവും ആസ്വദിച്ചു. ഇന്നാണ് എമി കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്, അതും സിദ്ധുവിൻ്റെ PA പോസ്റ്റിൽ. അവർ രാവിലെ ഏട്ടന്മാർക്കൊപ്പം തന്നെ കമ്പനിയിലേക്ക് തിരിച്ചു. നിവി, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടിലുള്ളതുപോലെ ആവില്ല സിദ്ധു ഓഫീസിൽ. വർക്കിൻ്റെ കാര്യത്തിൽ അവൻ സ്ട്രിക്റ്റ് ആണ്. നിന്റെ കുറുമ്പൊന്നും അവിടെ കാണിക്കരുത്. കാണിച്ചാൽ എപ്പോഴും കാണുന്ന തമാശക്കാരൻ സിദ്ധുവിനെ ആവില്ല നിനക്ക് കാണേണ്ടി വരുന്നത്. ആഷി ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം പറഞ്ഞു. ഞാൻ എന്തിനാണ് ചായ കുറുമ്പ് കാണിക്കുന്നത്? അതിന് മാത്രം അടുപ്പമൊന്നും ഞാനും സിദ്ധുവേട്ടനും തമ്മിലില്ല. നിങ്ങളുമായി ഉള്ളതുപോലെ ഒരടുപ്പം എനിക്ക് സിദ്ധുവേട്ടനുമായി ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴോ തോന്നിയ ഒരു ഇഷ്ടം. ഞാനിപ്പോൾ അത് മറക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ സിദ്ധുവേട്ടൻ എൻ്റെ ബോസാണ്, ഞാൻ ഏട്ടൻ്റെ PAയും. അതിൽ കവിഞ്ഞ് ഒരു ഫ്രീഡവും ഞാൻ കാണിക്കില്ല. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. എനിക്ക് തോന്നുന്നില്ല ദേവ, നിന്റെ പൊട്ട ബുദ്ധി കൊണ്ടുണ്ടാക്കിയ ഐഡിയ വർക്കൗട്ട് ആകുമെന്ന്. അവൾ അതൊക്കെ മറന്ന മട്ട. നിന്റെ ഐഡിയ കാരണം രണ്ടും കൂടി തല്ലിപ്പിരിയാനാ ചാൻസ്. ദത്തൻ ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഓ, കരുനാവെടുത്ത് അങ്ങനെയൊന്നും പറയാതെടാ നാറി. എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ നോക്കുമ്പോൾ അവന്മാർ തുടക്കത്തിൽ ഫ്ലോപ്പാക്കാനാ നോക്കുന്നത്. പോയി പണിയെടുക്കണടാ എല്ലാം. ആ സിദ്ധു എങ്ങാനും കേട്ടുകൊണ്ട് വന്നാൽ പിന്നെ എൻ്റെ 16 നടത്തേണ്ടി വരും നിനക്കൊക്കെ. അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ദേവൻ അവൻ്റെ ക്യാബിനിലേക്ക് പോയി.
അവൻ്റെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് ദത്തനും ആഷിയും അവരവരുടെ ക്യാബിനിലേക്ക് കയറി. സർ, മേയ്? ക്യാബിൻ ഡോർ തുറന്നുകൊണ്ട് നിവി അകത്തേക്ക് നോക്കി ചോദിച്ചു. യെസ്, കയറി വാ. നോക്കിക്കൊണ്ടിരുന്ന ഫയൽ ടേബിളിലേക്ക് ഇട്ടുകൊണ്ട് സിദ്ധു അവളെ അകത്തേക്ക് വിളിച്ചു. അവൾ അകത്തേക്ക് കയറി അവൻ്റെ ടേബിളിന് മുന്നിലായി ഒരു പുഞ്ചിരിയോടെ വന്നു നിന്നു. നീ എന്നെ എന്താ വിളിച്ചേ? സിദ്ധു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. സാറെന്ന് അവൾ ഭാവവ്യത്യാസം ഏതുമില്ലാതെ തന്നെ മറുപടി കൊടുത്തു. ഇതെന്താ പുതിയൊരു വിളി? നീ എന്നെ അങ്ങനെയാണോ വിളിച്ചുകൊണ്ടിരുന്നത്? ഇത് വീടല്ലല്ലോ സാർ, ഓഫീസല്ലേ. സാർ എൻ്റെ ബോസും, അപ്പോൾ ബഹുമാനിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവൾ അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അതാ നിന്റെ പ്ലേസ്, അവിടെ പോയിരുന്നോ. എന്താ വർക്ക് എന്ന് ഞാൻ പറയാം. അവളുടെ മറുപടി ചെറിയ വിഷമം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഓക്കെ സാർ. അവൾ സീറ്റിനടുത്തേക്ക് നടന്നു. നിവേദ്യ. സിദ്ധുവിൻ്റെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ ഉള്ളൊന്ന് പിടച്ചു. നിവേദ്യ. അങ്ങനെ അവൻ വിളിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്താ സാർ? നിറഞ്ഞ കണ്ണുകൾ ഒഴുകാൻ വിടാതെ ശാസനയോടെ വിലക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ ആഷിയുടെ PA കീർത്തിയുടെ കയ്യിൽ കുറച്ച് ഫയൽ കൊടുത്തിരുന്നു ചെക്ക് ചെയ്യാൻ. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, താനില്ലേ. അതുകൊണ്ട് താൻ പോയി അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വാ. എന്നിട്ട് അതിൽ വരുത്താനുള്ള കറക്ഷൻസ് നോട്ട് ചെയ്ത് വെക്ക്. ശരി സാർ. അവൾ തലയാട്ടിക്കൊണ്ട് ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ സാറെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവും തന്നോട് ഇത്രയും അകൽച്ച കാണിക്കുന്നത്. പറ്റുന്നില്ല സിദ്ധുവേട്ട, നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇല്ലാണ്ടായി പോകുന്നു. എല്ലാം മറക്കാനുള്ള വഴി തേടുകയാണ് ഞാൻ. അതിനെനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാകൂ. നിങ്ങളെ ഞാൻ മറക്കണമെങ്കിൽ ഇങ്ങനെ അകന്നു നിന്നേ മതിയാവൂ. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ആഷിയുടെ ക്യാബിനിലേക്ക് പോയി. ക്യാബിൻ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. ആഷി അവൻ്റെ ചെയറിലിരുന്ന് കാര്യമായി എന്തോ ഫയൽ പഠിക്കുകയാണ്. കീർത്തി അവളുടെ സീറ്റിലിരുന്ന് എന്തൊക്കെയോ ഫയൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോർ തുറന്ന സൗണ്ട് കേട്ട് ആഷിയും കീർത്തിയും അങ്ങോട്ടേക്ക് നോക്കി. നിവിയെ കണ്ട് ആഷി പുഞ്ചിരിയോടെ എന്തോ ചോദിക്കാൻ വന്നതും കീർത്തിയുടെ ശബ്ദം അവിടെ ഉയർന്നു. ഹേയ്, ഹു ആർ യു? നിനക്കൊന്നും മാനേഴ്സ് അറിയില്ലേ? ഒരാളുടെ ക്യാബിനിലേക്ക് കയറി വരുമ്പോൾ നോക്ക് ചെയ്യണമെന്ന് അറിയില്ലേ നിനക്ക്? യൂസ്ലെസ്. കീർത്തിയുടെ സംസാരം കേട്ട് നിവിയുടെ കണ്ണ് നിറഞ്ഞു. അവൾ കീർത്തനെ തന്നെ നോക്കി ആ നിൽപ്പ് തുടർന്നു. പക്ഷേ നിവിയെ വഴക്കു പറയുന്ന കീർത്തിയെ കണ്ട് ആഷിയുടെ രക്തം തിളച്ചു. അവൻ കത്തുന്ന കണ്ണുകളോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കീർത്തിക്ക് നേരെ പാഞ്ഞെടുത്തു. ചി, നിർത്തടി പുന്നാരം മോളെ. എത്ര ധൈര്യമുണ്ടായിട്ടാടി നീ എൻ്റെ പെങ്ങളെ ചീത്ത പറയുന്നത്? ആഷി നിവിയെ വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് കീർത്തിക്ക് നേരെ അലറി. അവൻ്റെ അലർച്ചയിൽ കീർത്തി രണ്ടടി പിറകിലേക്ക് നീങ്ങി. അവൾ നിവിയെ വീഴ്ച നോക്കി. ഇത് ഞങ്ങളുടെ ഓഫീസ്, ഇതെൻ്റെ ക്യാബിൻ. ഇവിടെ കയറി വരുന്നവരോടും പോകുന്നവരോടും സംസാരിക്കാനും വഴക്കു പറയാനും ഞാനുണ്ട്. നീ എൻ്റെ വെറും PA മാത്രമാണ്. വെറുതെ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരിക്കൽ കൂടി നീ മുതിർന്നാൽ. കീർത്തിക്ക് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞുകൊണ്ട് ആഷി നിവിക്ക് നേരെ തിരിഞ്ഞു. മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് സിദ്ധുവേട്ടൻ കീർത്തിയുടെ കയ്യിൽ നിന്നും ഫയൽസ് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. സോറി ഇച്ചായ, ഞാൻ ഓർത്തില്ല. ഇനി ഞാൻ നോക്ക് ചെയ്തിട്ട് കയറിക്കോളാം. നിവി ഒന്ന് തേങ്ങി. അയ്യേ, മോൾ എന്തിനാ കരയുന്നേ? ഇത് നിന്റെ ഇച്ചായൻ്റെ ക്യാബിനല്ലേ. ഇവിടെ വരാൻ മോൾ എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ഇത് നമ്മുടെ ഓഫീസല്ലേ. ഇവിടെ മുഴുവൻ കയറി ഇറങ്ങാൻ നിനക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല കേട്ടോ. വിവരമില്ലാത്തവർ അങ്ങനെ പലതും പറയും. അതിന് ഇച്ചായൻ്റെ കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ നിറച്ചാൽ എങ്ങനെയാ? അവൻ അവളുടെ കണ്ണ് രണ്ടും തുടച്ചു കൊടുത്തു. അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. കീർത്തി, ആ ഫയൽസ് എല്ലാം എടുത്തു കൊടുത്തേക്ക്. പിന്നെ മേലാൽ ഇത് ഇനി ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ചെയറിലേക്ക് പോയിരുന്നു. കീർത്തി വെപ്രാളപ്പെട്ട് ഫയൽസ് എല്ലാം എടുത്ത് നിവിയെ ഏൽപ്പിച്ചു. സോറി മാൻ, ഞാൻ ആളറിയാതെ. കീർത്തി തല താഴ്ത്തി. താനൊന്ന് പുറത്തേക്ക് വന്നേ. നിവി അവളെ നോക്കി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ഇച്ചായ, കീർത്തിയെ ഞാനിപ്പോൾ വിട്ടേക്കാം. ഒരു ഫ്രീ അഡ്വൈസ് കൊടുക്കാനാ. പോകുന്ന വഴി അവൾ വിളിച്ചു പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ആഷിയും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. കീർത്തി മടിച്ചു മടിച്ച് പുറത്തേക്ക് ചെന്നു. അവളെ കാത്ത് നിവി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്താ മാം, എന്തിനാ വിളിച്ചേ? അവൾ ചോദിച്ചതും നിവിയുടെ കൈ അവളുടെ കരണത്ത് ഊക്കോടെ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇത് ഞാൻ ആരാണെന്ന് അറിയാമായിരുന്നിട്ടും എൻ്റെ നേർക്ക് നീ ഈ ചീപ്പ് ഷോ നടത്തിയതിന്. അതും പറഞ്ഞ് നിവി അവൾക്കിട്ട് ഒന്നുകൂടി പൊട്ടിച്ചു. ഇനി ഇത് നിന്റെ ഈ വൃത്തികെട്ട കണ്ണുകൾ ഇനി എൻ്റെ ഇച്ചായൻ്റെ മേലിൽ പതിയാതിരിക്കാൻ. മേലിൽ ഇതിനെ ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ നിന്റെ ഈ 2 കണ്ണുകളും എടുക്കും ഞാൻ. അപ്പോൾ ശരി, കാണാം മിസ് കീർത്തന. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. എന്നിട്ട് അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഒരു മിനിറ്റേ. കവളിൽ കൈവച്ച് അന്തം വിട്ട് നിൽക്കുന്ന കീർത്തിയുടെ അടുത്തേക്ക് വന്നു നിന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മറുകരണത്തുകൂടി നിവി ഒന്ന് പൊട്ടിച്ചു. കീർത്തി അവളെ തുറിച്ചു നോക്കി.
ഇതെന്തിനാണെന്നറിയാമോ? നാളെ മുതൽ ഇറക്കമുള്ള തുണി ഉടുക്കാതെ നിന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കൂടി വലിച്ചു കീറി കത്തിക്കും ഞാൻ. മുട്ടിന് മുകളിൽ തുടകളൊക്കെ കാണിക്കും വിധം ടൈറ്റായിട്ടുള്ള ഒരു കുട്ടി പാവാടയും ഷർട്ടുമാണ് അവളുടെ വേഷം. കുട്ടി ഉടുപ്പുമിട്ട് ഇറങ്ങിയിരിക്കുക കുട്ടിഭൂതം. അവളോട് അത്രയും പറഞ്ഞ് ചവിട്ടിത്തുള്ളി നിവി അവിടുന്ന് പോയി. കീർത്തിയുടെ കണ്ണുകളിൽ നിവിയോടുള്ള പക ആളിക്കത്തി. നീ എന്നെ തല്ലിയതിന് നീ അനുഭവിക്കും നിവേദ്യ, അനുഭവിപ്പിക്കും ഞാൻ.